നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഭർത്താവിന്റെ കൂടെ സന്താന സൗഭാഗ്യത്തിന് പൂജ ചെയ്യാൻ വന്നതല്ലേ? നീ എന്താ ഡീക്ക് അങ്ങ് പ്രേമിച്ചു പോയോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നല്ലല്ലോ. ശരി, എന്നാ പിന്നെ നിന്നെ തിരികെ അമരാവതിയിലേക്ക് വിട്ടത് ഞാനാണെന്ന് DKയോട് പറയാം. താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ദീപാവലി ദിവസം നിങ്ങൾ എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തു, എന്നെ ടെൻഷൻ അടുപ്പിച്ചു. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം, സൂര്യയുടെ. താൻ എന്നെ ടെൻഷൻ അടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ രക്ഷിച്ചേനെ. ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല, സംഭവിച്ചു പോയതാ. ഒരു കാര്യം ഞാൻ പറയാം, ആ വീട്ടിൽ നിന്നാൽ നിനക്കും എന്തെങ്കിലും സംഭവിക്കും. കഴിയുമെങ്കിൽ എത്രയും വേഗം നീ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അതെ, അതിനുവേണ്ടി ഞാനിവിടെ പലതും പറയും ചെയ്യും. മിണ്ടാതെ വായടച്ച് കൂടെ നിന്നോണം. മനസ്സിലായോ നിനക്ക്? ആഹാ, വാട്ട് ഈസ് ദിസ്? ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? കം കം. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കം ഇൻസൈഡ്. അകത്തേക്ക് വരൂ. വാങ്ങോട്ടും. വരൂ വരൂ വരൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? വാട്ട് ഈ ഗോമിങ് മോളെ? എന്താ പേടിച്ച പോലെ നിൽക്കുന്നത്? അയ്യോ, മുതിർന്നവരെ കണ്ട അവൾക്ക് ഭയങ്കര ബഹുമാനം, അതുകൊണ്ടാന്ന്. ആ, വെരി ഗുഡ്. മുതിർന്നവരോട് എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടായിരിക്കും. അയ്യോ പ്രിയമോളെ, മമ്മി, ഇതെന്താ ഒരു വാക്കുപോലും പറയാതെ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട്? അതല്ലേ സർപ്രൈസ് അല്ലേ പ്രിയമോളെ? നിന്നെ വിളിച്ചു പറയാൻ ഞാൻ ഇവളോട് പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ? ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം പോലും അല്ലേ പ്രിയമോളെ? അല്ലേ തന്നെ അമരാവതിയിലോട്ട് വരാൻ ഇവരിനി നല്ല സമയം നോക്കണോ? ഇവർക്ക് എപ്പോ വരണം തോന്നുന്നു അപ്പൊ വരാലോ, അല്ലേ? ഓഹോ, അമ്മയും മോളും കൂടി കെട്ടി എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ആ, വന്ന കാലം നിൽക്കാതെ ഇരിക്കേ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ കാപ്പിയോ? അതൊക്കെ പതുക്കെ മതി പത്മാവതി അമ്മേ. ഞങ്ങൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്ത് കാര്യമായാലും നമുക്ക് ശരിയാക്കാം. പ്രിയമോൾക്ക് ഒരു കല്യാണാലോചനയുടെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ആഹാ, കല്യാണാലോചനയായിട്ട് വന്നതാണോ? അതിന് ഈ വീട്ടിൽ ഇനി പയ്യന്മാരും ഇല്ലല്ലോ. ഈ ചിത്രയുടെ ചേട്ടൻ അവനാശുണ്ടല്ലോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ, വിവരമുണ്ടോ? എല്ലാം കൂടെ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണാക്കാനുള്ള പുറപ്പാടിലാണോ നിങ്ങള്? നീ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ. അല്ലാതെ പിന്നെ അതിബുദ്ധി കാണിച്ച് നിങ്ങളിപ്പോ എല്ലാം അവസാനിപ്പിച്ചേനെ. സൂര്യ ആശുപത്രിയിലായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ഈ ആലോചന കൊണ്ട് വന്ന DKയ്ക്കും ജ്യോതിക്കും സംശയം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ സൂര്യക്ക് ഈ അപകടം സംഭവിച്ചതിന് പിന്നിൽ
എനിക്കെന്തെങ്കിലും പങ്കുണ്ടോന്ന് പലർക്കും സംശയമുണ്ട്. പ്രത്യേകിച്ച് DKക്കും ചോദിക്കും. ആര് സംശയിച്ച നിനക്കെന്താ? ഭാര്യ ഉണ്ടെങ്കിലും ഇല്ലാത്തവനെ പോലെയാണെന്നല്ലേ നീ പറഞ്ഞത്? പ്രിയയ്ക്ക് കല്യാണാലോചന നോക്കണമെന്ന് ഞാൻ പറഞ്ഞ നിന്റെ കാര്യം ഇവരിങ്ങോട്ട് പറയും. കൊള്ളാം, മണ്ടത്തരം പറയാതെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഇവരിനെ ജയിലിൽ കയറ്റും. നിങ്ങളുടെ മരുമകൻ അത്ര നിസ്സാരക്കാരനല്ല, അത് ഓർമ്മ വേണം. അതാ പ്രിയ. ആന്റി വിഷമിക്കൊന്നും വേണ്ട. പ്രിയയെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അതിനുമുമ്പ് എനിക്ക് പ്രിയയോടും സംസാരിക്കണം. ജ്യോതി പറഞ്ഞ പോലെ ഇയാളൊരു സൈക്കോയാണോ? ഈ കാണിക്കുന്ന സങ്കടമൊക്കെ അഭിനയമാണോ? ഡോക്ടർ, DK, നാളെ ന്യൂറോ സർജന്റെ ഒരു ടീം വരുന്നുണ്ട്. അവരുടെ ഫൈൻഡിങ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ ഡോക്ടർ. സിതാര, എനിക്കൊരു ഹെൽപ്പ് വേണം. പറയൂ DK. സൂര്യയെ കാണാൻ നീ ആര് വന്നാലും അത് നീ അറിഞ്ഞിരിക്കണം. വരുന്നത് ശത്രുവാണോ മിത്രമാണോ എന്നറിയില്ലല്ലോ. ഇക്കാര്യം ജ്യോതി എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഇതാരാ? പരിചയമില്ലാത്തൊരാള്. എക്സ്ക്യൂസ് മീ, ആരാ? അമ്മ എന്താ ആലോചിക്കുന്നത്? എന്തോ ഗൗരവമുള്ള വിഷയമാണല്ലോ. എന്തു പറ്റി? സൂര്യൻ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാലെന്നോ അമ്മ ആലോചിക്കുന്നത്? നോ, അത് വേണ്ടമ്മേ. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ഇവിടെ വെച്ചല്ലേ അവക്ക് അപകടം സംഭവിച്ചത്. അപ്പൊ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ മോനെ? അത് ശരിയാണ്. പക്ഷെ അവൾക്ക് ഭർത്താവില്ലേ, കുടുംബമില്ലേ? അവരല്ലേ അതൊക്കെ തീരുമാനിക്കേണ്ടത്. അവിനാശ് ആകെ തകർന്നിരിക്കുക. അവന്റെ തകർച്ചയുടെ അർത്ഥം അമ്മ പുറമേ കാണുന്നതായിരിക്കണമെന്നില്ല. എനിക്ക് അവനെ നല്ല സംശയമുണ്ട്. എന്തിന്? മൈസൺ, വാട്ട് ആർ ടോക്കിംഗ്? അന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ രക്ഷിച്ചതും ആ കേസ് ഇല്ലാതാക്കിയതും അവൻ തന്നെയല്ലേ? നന്മയുള്ള കുട്ടിയാ അവിനാശ്. വെളുത്തിരിക്കുന്നതെല്ലാം പാലാണെന്ന് അമ്മ കരുതരുത്. ദീപാവലി ദിവസം ഇവിടെ വെച്ച് സൂര്യയ്ക്ക് അപകടം പറ്റിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെയാ എന്റെ സംശയം. അമ്മ സംശയിക്കണ്ട. അതിനൊരു ഉത്തരം കിട്ടുമ്പോ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. അവളെ ആരെങ്കിലും തള്ളിയിട്ടെന്നാണോ നീ സംശയിക്കുന്നത്? വെറുതെ തള്ളിയിട്ടതല്ല, അതൊരു കൊലപാതക ശ്രമം തന്നെയായിരുന്നോന്നാ എനിക്കറിയേണ്ടത്. ആർക്ക് അവളെ കൊന്നതുകൊണ്ട് നേട്ടം? ഈ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് ഞാൻ. പക്ഷേ എന്തിനും ഏതിനും ആദ്യം സൂര്യ സംസാരിക്കണം. എങ്കിൽ മാത്രമേ ആരാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കും. ആ കൊലപാതകി ഇനിയും വരും, അവളെ ഇല്ലാതാക്കാൻ. അപ്പോ ഇതിന് പിന്നിൽ അവിനാശാണെന്നാണോ നീ സംശയിക്കുന്നത്? അതെ, അവനൊരു മാനസിക രോഗിയാ സിതാരെ, ഒരു യഥാർത്ഥ സൈക്കോ. പെൺകുട്ടികളെ വലയിലാക്കി ജീവിതം നശിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത സൈക്കോ. എന്റെ ബലമായ സംശയം ഈ ആശുപത്രി വെച്ച് തന്നെ അവൻ അയക്കുന്ന ഏതെങ്കിലും ആളുകള് സൂര്യയെ ഇല്ലാതാക്കുമോന്ന് തന്നെ. ജ്യോതി പേടിക്കണ്ട, ഇവിടെ വെച്ച് ഇവൾക്കൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ ഉറപ്പായിരുന്നു. ഇവൾക്ക് ഈ അപകടം സംഭവിച്ചതിന് പിന്നിൽ നീയാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്.
എന്താ? അബദ്ധത്തിൽ വീണതാണോ അതോ ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്ന് അറിയണമെങ്കിൽ ഇവള് സംസാരിക്കണം. ഓർത്തിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഗോകുലും ഞാനും ഒരുമിച്ച് ദുബായില് എത്ര നാളായിട്ട് കൊതിക്കുന്നതാ. ബാലു ചിത്ര ഇവിടെ, ഞങ്ങള് ദുബായില്. ഡിവൈഡ് ആൻഡ് റൂളിനെ പറ്റി ഇവർക്കറിയില്ല, പാവങ്ങള്. പക്ഷേ ഇവരെ എങ്ങനെ ഭിന്നിപ്പിച്ച് ജ്യോതിക്ക് നേരെ തിരിക്കാമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. താരയും ചിത്രയും അവരുടെ ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സിലൊരു കൊട്ടാരം ഉണ്ടാക്കി കഴിഞ്ഞു. അത് തകരുമ്പം ഇവര് തന്നെ ജ്യോതി എതിർത്തോളും. ഈ അമരാവതിയെ പിടിച്ചു കുലുക്കുന്ന ഒരു വലിയ ബോംബായിട്ടത് മാറും. പാവൻ ജ്യോതി ഇതൊന്നും അറിയാതെ ഒരു താക്കോൽ കൂട്ടവും കൊണ്ട് അധികാരിചമയ നടക്കുക. അവളെ വീഴ്ത്താൻ എനിക്കിവര് മതി. കാണാം ജ്യോതി എന്ത് സംഭവിക്കുന്നു. ഇതിപ്പോ ഞാനെങ്ങനെ ഡിക്കയോട് സംസാരിക്കാനോ? എന്തായാലും മരുമക്കളൊക്കെ ഇപ്പോ ഈ അമ്മായിയമ്മയെ അംഗീകരിക്കുന്നുണ്ട്. വലിയ ആലോചനയിലാണല്ലോ അമ്മായിയമ്മ. എന്തായാലും ചോദിച്ചു നോക്കാം. ജ്യോതി, ഇവളെന്തിനായിരിക്കും വന്നത്? എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി ആയിരിക്കോ? ജ്യോതി, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നീ എന്നെ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്തു. എന്നാ ഇപ്പൊ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് കൂടി വേണം. ഇവര് രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ടാണോ വന്നത്? അതെ, നിനക്ക് എന്ത് ഹെൽപ്പാ വേണ്ടേ? എന്റെ ഈ വിരഹ ദുഃഖം മാറ്റി തരണം. എന്തോന്നാ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താ? സ്വന്തം ഭർത്താവിൽ നിന്നുള്ള ഒറ്റപ്പെടൽ തന്നെ. മായച്ചിയുടെയും താരേച്ചിയുടെയും ഭർത്താക്കന്മാര് അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ബാലു മാത്രം എന്റെ കൂടെ ഇല്ല. ആ ഒറ്റപ്പെടലിൽ നിന്ന് നീ എന്നെ രക്ഷിക്കേണ്ടത്. ദുബായിൽ ബാലുവിനരികിലേക്ക് എന്നെ കൂടി അയക്കണം. അവിടുത്തെ ബിസിനസ് ഞങ്ങൾ നോക്കിക്കോളാം. സെയിം ഐഡിയ. ചിത്ര, ഇത് നിന്റെ തന്നെ ഐഡിയ ആണല്ലോ അല്ലേ? എന്താ, വേറെ ആരെങ്കിലും ഐഡിയ പറഞ്ഞോ? ഇല്ല, നീ പറ പറ പറ. നീ പറഞ്ഞ DK എതിര് പറയില്ല. പ്ലീസ് ജ്യോതി, നീ എന്നെ സഹായിക്കില്ലേ? രണ്ടു വഞ്ചിയും ഇപ്പൊ ഒരേ ട്രാക്കിലാ സഞ്ചരിക്കുന്നത്. ഇനി ഇത് തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെ സമയം മാത്രം തീരുമാനം. പറയടി, ആരെയാ നീ ഫേവർ ചെയ്യുന്നത്? ഇതിൽ ആരെങ്കിലും ഒരാള് സങ്കടപ്പെട്ടാ പോലും DK അത് സഹിക്കില്ല. എപ്പോഴും മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന നിനക്ക് ഒരിക്കലും ഇതിലൊരു യുക്തമായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇത്രയും നാളും ഈ കുടുംബത്തിൽ ഒരു കലഹവും ഉണ്ടായിരുന്നില്ല. താര ഭർത്താവിന്റെ ഒപ്പം വിദേശത്ത് പോയി താമസിച്ചാലും ചിത്ര ഭർത്താവിന്റെ ഒപ്പം പോയി താമസിച്ചാലും അവർ ഈ വീട്ടിൽ നിന്ന് താമസം മാറി എന്നാണ് അർത്ഥം. DK അത് സഹിക്കില്ല. ഇവിടെ നിന്ന് മാറി താമസിക്കാൻ DK ഒരാളെയും അനുവദിക്കില്ല. കാണട്ടെ അമ്മായിയമ്മയുടെ മിടുക്ക്. മനസ്സിൽ ഒരുപാട് നന്മയുള്ളവളാ. ആ മായച്ചിയുടെ വാക്ക് കേട്ട് ഞാൻ ജ്യോതിയെ ശത്രുവായി കണ്ടത് വളരെ തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാവണമെന്ന് ജ്യോതിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു ഇതുവരെ ഇവിടെ ഒരാൾക്കും മനസ്സിലായില്ല. പക്ഷെ ജ്യോതിക്കത് മനസ്സിലായി. അതുകൊണ്ടാ അവൾ എന്നെ നിന്റെ അടുത്തേക്ക് അയക്കുന്നത്. ഷീസ് ഗ്രേറ്റ് ബാലു. സോറി, നീ എന്റെ മുറിയിൽ വന്നതെന്ന് സംസാരിക്കാണോ? ഞാൻ പിന്നെ വരാം. വേണ്ട മായിച്ചി, ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞു. ശരി ബാലു, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ട് ബാലുവിന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്കും അത് തന്നെ അവസ്ഥ. എന്നാലും ആ ബേക്കറിക്കാരിക്ക് ഇത്രയും കഴിവുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. DKയുടെ തീരുമാനത്തെ പോലും മാറ്റിമറിക്കാൻ അവൾക്ക് പറ്റും. മായച്ചി, ഉറപ്പായിട്ട് എന്നെ ദുബായിക്ക് വിടുമല്ലോ അല്ലേ? പിന്നല്ലാതെ. പക്ഷേ കാര്യങ്ങൾ ഇതുകൊണ്ടും ആയില്ല. ഇതിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് കൂടി വേണം. നിന്നെ ദുബായിലേക്ക് വിടാനുള്ള തീരുമാനത്തിൽ നിന്നും ജ്യോതിക്ക് ഒരിക്കലും മാറാതിരിക്കാനാ ആ സപ്പോർട്ട്. ഈശ്വര, പണി പാളി. മായച്ചി, എല്ലാം തെറ്റി. പ്ലാൻ മൊത്തം ഇപ്പൊ തല തിരിഞ്ഞു. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവൾക്ക് ദുബായ് പോണെന്ന്. ആ ജ്യോതി അവൾക്ക് വാക്ക് കൊടുത്തെന്ന്. അതെങ്ങനെയാ മായച്ചി? അവൾ എനിക്കല്ലേ വാക്ക് തന്നത്? എന്നെയും ഗോകുലിനെയും വിടാൻ അവള് സമ്മതിച്ചതല്ലേ? അവള് ഡബിൾ ഗെയിം കളിക്കാതാരെ? സത്യമാണോ മായച്ചി? അതെ. ഇല്ലെങ്കിൽ അവള് നിനക്ക് തന്ന വാക്ക് മാറ്റി ചിത്രയ്ക്ക് കൊടുക്കൂ. നീയും ഗോകുലും ദുബായിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിവരം നിനക്കും എനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. പിന്നെ അറിയാവുന്നത് ജ്യോതിക്കല്ലേ. അപ്പോ അവള് നിന്റെ ഐഡിയ ചിത്രയോട് പറഞ്ഞു. ചിത്രയെ ദുബായിക്ക് അയക്കാൻ വേണ്ടിയാ അവള് കാര്യങ്ങൾ നീക്കുന്നത്. എന്നോട് മാത്രമല്ല, അവൾക്ക് നിന്നോടും ദേഷ്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതിന്റെ പേരില് നീയും ചിത്രയും തമ്മിലടിക്കണം. ഈ വീട്ടില് വഴക്കുണ്ടാവണം. അതാണ് അവളുടെ ലക്ഷ്യം. എന്തിനാ അവൾ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് കേട്ടിട്ടില്ലേ നീ? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് അവള് കളിക്കുന്നത്. ചിത്ര ഒരു പാവം. അവൾക്ക് ഇതിന്റെ പ്ലാനിംഗ് ഒന്നും അറിയില്ല. ജ്യോതിക്കിപ്പോ നിന്നെ ഇവിടുന്ന് ഓടിക്കണം. ചിത്രയെ മാറ്റി നിർത്തണം. നിങ്ങൾ രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഇവിടുന്ന് എളുപ്പത്തിൽ ഒഴിവാക്കാം എന്നായിരിക്കും അവള് കണക്ക് കൂട്ടിയത്. മൈ ഗോഡ്, ഈ വിട്ടിത്തരം മുഴുവൻ ഞാൻ കേൾക്കണമല്ലോ. ഇഡിയറ്റ്. അതെ, ഹിറ്റ്ലർ ആയാലും മുസോളിനി ആയാലും സ്വന്തം ഭാര്യ പറയുന്നത് കൂടെ ഒന്ന് കേൾക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെ, ഭാര്യയ്ക്കൊരു പ്രശ്നം വന്നാ ന്യായമായും കൂടെ നിൽക്കേണ്ടത് ആരാ? നിങ്ങളല്ലേ? നിങ്ങൾക്കാണെങ്കിൽ ഉത്തരവുകൾ മാത്രമേ ഉള്ളൂ. ന്യായവുമില്ല, അന്യായവും ഇല്ല. ഇങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. അതെ ഹിറ്റ്ലറെ, മായിക്കും താരയ്ക്കും ഭർത്താക്കന്മാരൊപ്പം ഉണ്ട്. പക്ഷെ ചിത്രയുടെ ഭർത്താവോ അങ്ങ് ദുബായില്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷായിട്ട് ജീവിക്കേണ്ടത് എപ്പോഴാ? അല്ല എപ്പോഴാ? ആരോഗ്യമുള്ള കാലത്തല്ലേ. താരയും ഭർത്താവും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്.
അതുകൊണ്ട് ചിത്രയെ ബാലുവിന്റെ അടുത്തേക്ക് വിടണം. ഇവളെന്തായി പറയുന്നത്? അപ്പൊ ഞാൻ പോണ്ടേ? അവര് രണ്ടുപേരും അവിടെ കുറച്ചു കാലം സന്തോഷമായിട്ട് ജീവിച്ച് നന്നായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യട്ടെ. എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡിക്ക് തല കുലുക്കുന്നു. ഈശ്വര, ഡിക്ക് സമ്മതിക്കാൻ പോവാണോ? ശ്രീയേട്ടന്റെ മനസ്സിലും തീ പിടിച്ചു തുടങ്ങി. ഇനി ആളി കത്തിക്കാനുള്ള കുറച്ച് ഇന്ധനം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. തീ പിടിച്ച റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന വേഗത്തിൽ ജ്യോതി അമരാവതിയിൽ നിന്ന് പറന്നു പോവും. ശ്രീയേട്ടാ, ടെൻഷൻ അടിക്കാതെ ശ്രീയേട്ടാ, കുറച്ചുകൂടി സമചിത്തതയോട് കൂടി കാര്യങ്ങളെ കാണാൻ ശീലിക്കണം. അവൻ അവളെ തല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഭാര്യ തല്ലിയാണോ ദേഷ്യം തീർക്കേണ്ടത്? ഈ കുടുംബത്തിനകത്ത് ഇതുവരെ ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. പരസ്പരമുള്ള വഴക്കും പിണക്കങ്ങളും ഒരു രാത്രിക്കപ്പുറം നീളുകയോ ആരും വീട് വിട്ട് മാറി താമസിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടില്ല. ആരാ ഇതിനൊക്കെ ഉത്തരവാദി? ജ്യോതിയല്ലേ? ചിത്രയും താരയും തമ്മിൽ അടുപ്പിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവള് മാറി നിന്ന് കണ്ട് രസിക്കുന്നു. ഈ കുടുംബത്തെ തമ്മിൽ അടുപ്പിച്ച് ചിന്ന ഭിന്നം ആക്കാനല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് പറ്റില്ല. നേരത്തെ ജ്യോതി ചെയ്തതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളും അവളെ പുകഴ്ത്തിയതല്ലേ? അവൾ ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് ഇറക്കി വിടാനുള്ള പദ്ധതിയാ നോക്കുന്നത്. ഇനി വഴക്കിടാൻ നമ്മള് കൂടിയേ ബാക്കിയുള്ളൂ. എന്താ, വഴക്കിട്ട് നമ്മളും ഇതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയോ? ചെയ്ത ഒരു നല്ല കാര്യത്തെ അഭിനന്ദിച്ചു, അത്രേ ഉള്ളൂ. അതിങ്ങനെ വഴക്കിൽ അവസാനിക്കുമെന്ന് കരുതാൻ ഞാൻ ജോത്സ്യനൊന്നും അല്ലല്ലോ. പക്ഷേ ഞാനിത് നേരത്തെ വിചാരിച്ചു. ജ്യോതിയുടെ പരിഷ്കാരങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോയാ കുടുംബത്തെ എങ്ങനെ സമാധാനം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ഡിവൈഡ് ആൻഡ് റൂൾ ഗെയിമാണ് ജ്യോതി ഇവിടെ കളിക്കുന്നത്. താരയെയും ചിത്രയും പരസ്പരം അകറ്റി ശത്രുക്കളാക്കി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കി. ഗോകുൽ താരയെ അടിക്കുന്നതുവരെ കാര്യങ്ങൾ ചെന്നെത്തി. ഈ വീട്ടിൽ മുൻപ് ഇതുപോലൊന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാ ഇത്രയും നാളും ഈ വീട്ടിൽ ഒരു കുടുംബ വഴക്കുണ്ടാവാതിരുന്നത്? സൂര്യൻ ഞാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിനക്കറിയാം. അവള് കാരണം എന്റെ ജീവിതം ഒരു ദുരന്തമായി മാറുന്ന കാര്യവും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? ഒരു കുറ്റവാളിയെ പോലെയാ നീ എന്നോട് പെരുമാറുന്നത്. നിന്റെ ചേച്ചി പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചോദിച്ചത് കേട്ടില്ലടി, ഇവൻ ചെയ്തത് തെറ്റെന്താ? എല്ലാം അറിഞ്ഞിട്ടല്ലേ നീ ഇവനെ സ്നേഹിച്ചത്? എന്നിട്ടിപ്പോ മറുപടി പറയാതെ തലയും താഴ്ത്തി പോകുന്ന എന്തിനാ? പ്രിയ, നീ എന്നെ ഇത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ പിന്നെയും പിന്നെയും നിന്റെ പിന്നാലെ വരുന്ന എന്തുകൊണ്ടെന്ന് അറിയൂ നിനക്ക്? നിന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ, സ്നേഹമായതുകൊണ്ടാ. ഇപ്പോഴും നിന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹമുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. നിന്റെ ചേച്ചിയോടുള്ള അമിത സ്നേഹം കാരണം നിന്റെ അമ്മ പറയുന്ന പോലും നീ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷൻ ആക്കിയത് നിന്റെ ചേച്ചിയാ.
ഈ ഒഴിവാക്കൽ സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല പ്രിയ. പറ്റുന്നില്ലല്ലേ? ശത്രു ആയിരുന്ന പോലും സ്വന്തം ഭാര്യയായിരുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുമ്പോ ഓരോ പുരുഷനും ഇങ്ങനെ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്നേഹം സംശയിക്ക തന്നെ വേണം. ജ്യോതി ഡബിൾ ഗെയിം കളിച്ചതാണെന്ന് DKയോട് ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞാലോ? DKയുടെ ഭാര്യ അവനുള്ള എല്ലാ കഴിവും ജ്യോതിക്കുണ്ട്. അത് DKക്ക് പിന്നീട് മനസ്സിലാവും. മനസ്സിലായിടത്തോളം മതി. ഇതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ മേലിൽ നീ ശ്രമിക്കരുത്. എനിക്കിഷ്ടമല്ല. മൈൻഡ് ഇറ്റ്. പെൺകുഞ്ഞുങ്ങളുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടാ പിന്നെ അന്നത്തെ ദിവസം പോക്ക. മോളെ ഒന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. വാ, റെഡിയാവാ. വാ. അച്ഛാ, എന്താ മോളെ? എന്താ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ? എന്താ എന്റെ മോക്ക് പറ്റിയത്? എന്തായാലും പറ, അച്ഛനല്ലേ കൂടെ ഉള്ളത്. മോള് ധൈര്യമായിട്ട് അച്ഛനോട് പറ. അച്ഛാ, ചില കാര്യങ്ങളിൽ എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. മോള് പറ, തീരുമാനം ഈ അച്ഛനുണ്ടാക്കി തരാം. എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ ആഗ്രഹിക്കുന്ന വഴി കൂടെ പോയാ നിനക്കെല്ലാം സന്തോഷാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാനൊരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ എനിക്ക് അച്ഛന്റെ സപ്പോർട്ട് വേണം. ഈ മകളെ വിശ്വസിക്കണം. ഞാൻ ആഗ്രഹിച്ച വഴി കൂടെ പോവാൻ അച്ഛൻ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താ സംശയം? നിന്റെ ആഗ്രഹം അച്ഛന്റെ സന്തോഷമല്ലേ? ഇങ്ങനെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഒരു കാര്യമില്ല. എന്റെ മോൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോയില്ലെന്ന് ഈ അച്ഛനറിയാം. അച്ഛനെന്ന നിലയിൽ നിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ നീ പറയുന്ന എന്തോ അത് എന്റെ വിശ്വാസമാണ്. ആരെതിർത്താലും അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യോ? എന്താ സംശയം? ചെയ്യും. ചേച്ചി എതിർത്താലോ? മോളെ, ജ്യോതിയും നീയും അച്ഛനൊരുപോലെ. അവളോടുള്ള സ്നേഹം തന്നെ എനിക്ക് നിന്നോടുമുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും.